നമസ്കാരം. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിൽ ചട്ടഞ്ചാൽ എന്ന് പറയുന്ന ഭാഗത്താണ്. ഇവിടെ ഒരു മുഹമ്മദ് സാഹിദിനെ കാണാനും അവന് ചെറിയൊരു സഹായം എത്തിക്കാൻ കൂടി വന്നതാണ്. ഇതാണ് മുഹമ്മദ് സാഹിദ്. തൽസീമിയ മേജർ എന്ന് പറയുന്ന മാരകമായ ഒരു അസുഖം ബാധിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ ജീവിക്കുന്ന ഈ കുട്ടിയുടെ വേദനകളും അവന്റെ ദുരിതങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. തൽസീമിയ മേജർ എന്ന് പറയുന്ന ഈ അസുഖം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ 1-2 ആളുകൾക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാല് ശരീരത്തിൽ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സാധനമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ രക്തം അതിങ്ങനെ നമ്മൾ പലരുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ അത് വീണ്ടും ആ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലൊക്കെയായി, അല്ലെങ്കിൽ അത് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള രക്തദാനം, മഹാദാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രക്തം ശരീരത്തിൽ ഇല്ലാതാവുന്ന ഒരവസ്ഥ, ഉൽപ്പാദിപ്പിക്കാതാവുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥയാണ് ഈ രോഗത്തിന്റേത്. ഈ മുഹമ്മദ് സാഹിദിന്റെ ശരീരത്തില് രക്തം പുതുതായിട്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രക്തത്തിൽ ഉണ്ടാവുന്ന എല്ലാ അംശങ്ങളും കുറഞ്ഞു വരിക, ഓക്സിജന്റെ സപ്ലൈ കുറയുക. അതുമൂലം ഒരുപാട് ശരീരം കാണിക്കുന്ന അസുഖങ്ങൾ പലതാണ്. കൃത്യമായി ഈ അസുഖം ഈ സമയങ്ങൾ എത്തുമ്പോൾ സാഹിദിന്റെ ശരീരങ്ങളൊക്കെ വിറക്കും, അവന് പനി വരും, ശ്വാസം എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഈ കുട്ടി. 7ാം ക്ലാസ്സിലാണ് സാഹിദ് പഠിക്കുന്നത്, അല്ലേ? 7ലാണ് പഠിക്കുന്നത്. ഒരുപാട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എവിടെ പോണത് നമ്മള്? പൂനെയിലെ ആശുപത്രിയിലാണ് ഇപ്പൊ കാണിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി രക്തം കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ്. നേരത്തെ മാസത്തിൽ 2 തവണയാണ് ഇവന്റെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോ നമ്മൾ ഈ പൂനെയിലെ ആശുപത്രിയിൽ കാണിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് മാസത്തിൽ 1 തവണയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ബ്ലഡിന്റെ അളവ് കുറയുമ്പോഴാണ് അത് ചെയ്യുന്നത്. അതിനുള്ള മെഷീനറി സാധനങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. ശരീരത്തിന് അസ്വസ്ഥത കാണിക്കുമ്പോൾ അത് ചെക്ക് ചെയ്യും. അങ്ങനെ കുറവുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് ആ ബ്ലഡ് കയറ്റുന്ന ഒരു സംവിധാനമാണ്. ഇപ്പൊ നമ്മൾ ആ പൂനെയിലെ ആശുപത്രിയിൽ ഈ കുട്ടിയുടെ ചികിത്സ തുടങ്ങിയപ്പോ ഏകദേശം 1 പ്രാവശ്യം ആ ആശുപത്രിയിലേക്ക് പോയി അവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 1 ലക്ഷം രൂപയോളമാണ് 1 പ്രാവശ്യത്തെ പോക്കിന് ചെലവാകുന്നത്. ഏകദേശം ഇനി അങ്ങോട്ട് ഒരു 2 വർഷത്തോളം ചികിത്സ നടത്തണം എന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വല്ലാത്ത ഒരു പ്രയാസത്തിലാണ്, ഞെരുക്കത്തിലാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടിൽ നിന്നുള്ള ആളുകൾ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇപ്പൊ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവർ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. എന്താണെങ്കിലും ഈ കുട്ടിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകോർക്കണം. കാരണം ഈ പുറമെ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ ആ അഞ്ജലിയുടെയും അതുപോലെ തന്നെ ആദിദേവിന്റെയൊക്കെ പോലെ പുറമെ കാണുന്ന മുറിവുകളോ അങ്ങനെയുള്ളൊരു അസുഖം അല്ല. മറിച്ച് കാണുമ്പോ സാഹിദ് ഇങ്ങനെ നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളില് വല്ലാത്ത ഒരു പ്രയാസവും വല്ലാത്ത ഒരു വേദനയും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. എന്താണെങ്കിലും ശരിക്കും അത് നമ്മൾ ഇവിടെ വന്നിട്ട് അത് കാണുമ്പോഴും അത് കേൾക്കുമ്പോഴും ഇവന്റെ ആ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ അവന്റെ ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സിലേക്ക് നമ്മളൊരു വിറയലോട് കൂടിയിട്ടാണ് അതൊക്കെ കേട്ടത്. ഒരിക്കലും നമ്മുടെ മക്കൾക്കൊന്നും ഇത്തരം അസുഖങ്ങൾ വരരുതേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് എന്താ പറയാ എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനൊരു അസുഖം വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെയാണ് ഇങ്ങനൊരു അസുഖം വരുന്നതെങ്കിൽ ഒരു പക്ഷേ നേരത്തിന് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല. കാരണം അവന്റെ ആ മുഖവും നോക്കിക്കൊണ്ട് വല്ലാത്തൊരു സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിതം തന്നെ നമ്മുടെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. എന്താണെങ്കിലും അത്തരം എന്താ പറയാ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ സർവശക്തനായ അള്ളാഹു നമ്മളെ ഒഴിവാക്കിയതിൽ നമ്മൾ അള്ളാഹുവിനോട് 1000, 10,000 വട്ടം നമ്മൾ സ്തുതിക്കണം. എന്താണെങ്കിലും നമ്മുടെയൊക്കെ മോനെ പോലെ എനിക്കൊക്കെ കാണുമ്പോൾ എന്റെ മോനേക്കാളും ചെറിയ 2 വയസ്സിന്റെ വ്യത്യാസമേ ശരിക്കും നമുക്കും ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്കൊക്കെ ഒന്ന് കൈകോർത്തൂടെ? നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയാണെങ്കിൽ ഇവന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൽ മാറ്റം വരും എന്നുള്ളതാണ്. ഇതിന് സാധാരണ ഈ അസുഖത്തിന് ചെയ്യല് മജ്ജ മാറ്റിവെക്കല. 30-40 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന മജ്ജ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കല്ല, അങ്ങനെ മാറ്റിവെച്ചതും
രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ മക്കളാണെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്താന്ന് വെച്ചാൽ അത് എത്ര വലിയ ഈ ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് എന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലരും പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് കേട്ടത്, ഇതേ അസുഖമുള്ള ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എന്റെ മകൾക്ക് ചികിത്സിക്കാൻ പൈസയില്ല ഫിറോസ്, എന്റെ കിഡ്നി കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കുട്ടിയെ നോക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിച്ച ഒരു അമ്മയെ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാനത് കേട്ടത്. അപ്പോ അത്രയ്ക്കും ഒരു അസുഖമാണ്. നമ്മുടെ മക്കൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും, നമുക്കുള്ളത് മുഴുവൻ, നമ്മളെ തന്നെ വിറ്റാലോ നമുക്ക് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു വെത്തപ്പാടിലാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടുംബവും അങ്ങനെ ഒരു പരീക്ഷണത്തിലാണ്. അപ്പോ നമുക്ക് എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും കൈകോർക്കണം. ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഉപ്പാടെ ഫോൺ നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുക, അന്വേഷിക്കുക, നിങ്ങളെ കഴിയുന്ന സഹായം എത്തിക്കണമെന്ന് മാത്രം.